മീ ഫൈസ. അപ്പോൾ എല്ലാവർക്കും പപ്പൂസ് കണ്ണൻ്റെ ഒരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. ഹായ് പറ. ഹായ് 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 പറ. ഹായ് പറ. ഹായ് പറയാൻ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുജേറയിൽ പോവുകയാണ്. ഫുജേറയിൽ അവിടുത്തെ ഒരു ഏത് ബീച്ച്, ഒരു ബീച്ചിൽ പോവുകയാണ് കേട്ടോ. ഇതൊരു വലിയ പേരാണ് ആ ബീച്ചിൻ്റെത്. അപ്പോൾ നമ്മൾ ആ ബീച്ചിലോട്ട് പോവുകയാണ്. അങ്ങനെയല്ല, എന്ന് പറയുന്ന ഒരു ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇവാന് നമ്മളെല്ലാവരും റെഡിയായി. നമുക്ക് വാപ്പച്ചി വന്നിട്ട് കാറി കയറാം. ഉമ്മച്ചിയും ഉമ്മയും ഇവാനും കൊണ്ട് വാപ്പച്ചി വന്നില്ല കേട്ടോ. വാപ്പച്ചി ഇവിടെ ഡ്രസ്സ് ചെയ്യുന്നതേ ഉള്ളൂ തോന്നുന്നു. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്യുന്നു. നമ്മുടെ ഫ്ലാറ്റ് ഈ ഒരു ബിൽഡിങ്ങിലാണ്. ബിൽഡിങ്ങിൻ്റെ അങ്ങറ്റം ഭയങ്കര ചൂടാണ്. ഞാൻ കാറി വന്നിരിക്കാമെന്ന് വിചാരിച്ചതാണ്. കാറി വന്നിരുന്നപ്പോൾ അവിഞ്ഞ് പൊള്ളുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി വെളിയിൽ വന്നു. ഇവിടെയും ചൂട് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ദുബായ് ടു കോർഫക്കാനിലോട്ട് പോകുന്ന റോഡാണ്. വാപ്പച്ചി പറഞ്ഞത് 125 കിലോമീറ്ററോളം ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകണമെന്നാണ്. അത്രയും ദൂരം വളവും തിരിവൊന്നുമില്ല. ഈ വെള്ളം വെച്ചിരിക്കുന്നത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. വാപ്പച്ചി പറഞ്ഞ് ഇത് സ്ട്രെയിറ്റ് റോഡാണ്, കുണ്ടും കുഴിയൊന്നും ഇല്ല, അതുകൊണ്ട് വെള്ളം വെച്ചാലും കമഴില്ലാന്ന്. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ദേ ഇവിടുത്തെ റോഡൊക്കെ കണ്ടു. അതെ, അവിടേക്ക് ക്യാമലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ സമ്മർ അല്ല, വിൻ്റർ കഴിഞ്ഞിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ്. സമ്മർ അങ്ങനെ ഒരുപാട് തുടങ്ങിയില്ല. വിൻ്റർ കഴിഞ്ഞിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഇത് ഇവിടെയൊക്കെ നല്ല പുല്ലൊക്കെ കാണാൻ കഴിയുന്നത്. സമ്മർ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ കരിവാടിച്ച് പോകും. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം വരും. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ. 2 ഉണ്ണികളും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മിനെ ഞാൻ വിളിച്ചെണീപ്പിക്കുന്നു, പക്ഷെ ഉമ്മി എണീക്കുന്നില്ല. അങ്ങനെ നമ്മൾ കോർഫക്കാനിലോട്ട് പോകുന്ന വഴിയിലാണ് നിറയെ ഒട്ടകം അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ വാപ്പച്ചി പറഞ്ഞ് നമുക്ക് ഇറങ്ങി നോക്കാമെന്ന്. വാപ്പച്ചി അങ്ങനെ സൈഡിലോട്ട് പാർക്ക് ചെയ്യാണ്. അങ്ങനെ വണ്ടി സൈഡ് ഒതുക്കിയിട്ട് നമ്മളിതേ ഇറങ്ങി. അപ്പോഴാണ് ബാക്കിൽ നമ്മൾ ഇറങ്ങുന്നത് കണ്ടിട്ട് ബാക്കിൽ കുറേ കാറുകാർ വന്ന് നിർത്തിയിട്ട് അവരും ഈ ഒട്ടകത്തിനെ കണ്ടിട്ട് ദേ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫാമിലി എല്ലാവരും അവരും കോർഫക്കാനിലോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ മാത്രമേ ഇങ്ങനെ വണ്ടിയൊക്കെ സൈഡിൽ ഒതുക്കിയൊക്കെ നിർത്താൻ പറ്റത്തുള്ളൂ. ദുബായിലൊക്കെ അങ്ങനെയൊന്നും നിർത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫൈൻ അടിക്കും. നിറയെ ക്യാമൽ നിപ്പുണ്ട്. ചെയ്ത് വെച്ചിരുന്നല്ലേ. വീഴരുതേ. ഓ ഉമ്മി ഒട്ടകം എങ്ങനെയുണ്ട്, കൊള്ളാമോ? ആദ്യമായിട്ടല്ലേ നേരിട്ട് കാണുന്നത്. നല്ല രസമുണ്ട്.
ഞാൻ കണ്ടിട്ടുണ്ട്. റാസൽ കൈമ പോകുന്ന വഴിയിൽ നമ്മൾ രണ്ടുപേരും ഉമ്മച്ചി ഞാനും കണ്ടിട്ടുണ്ട്. അടുത്ത് കാണാൻ പറ്റിയതാണല്ലോ വലിയ ഭാഗ്യം. ഇവാനും കണ്ടിട്ടില്ല. ഇവാൻ നമ്മളെ മറ്റേ ഇത് മറ്റേ നമ്മളെ ക്രീക്ക് പാർക്കിലൊരു വീഡിയോയിൽ റൈഡിനൊക്കെ ഒട്ടകത്തിന് വെച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ആ ഒട്ടകത്തിൻ്റെ വായൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടാവും. കാരണം നമ്മളെ ഡ്രസ്സൊക്കെ ചിലപ്പോൾ അത് കടിക്കും. അതുകൊണ്ടാണ് വായ എടുത്ത് വെച്ചിട്ടുള്ളത്. ഐസ് നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് വേണം. നമ്മളിവിടെ ഒട്ടകത്തിനെ കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കുറേ കാറിൽ വേറെ ഫാമിലികൾ നമ്മൾ ഇറങ്ങുന്ന കണ്ടിട്ട് അവരൊക്കെ ദേ ഇറങ്ങി വന്ന് നോക്കുകയാണ് കേട്ടോ. കുറേ കാറ് ദേ നിർത്തിയിടുന്നുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന കുറച്ച് ഫാമിലികളെല്ലാവരും കൂടി ഇറങ്ങി നിന്ന് നോക്കുകയാണ് കേട്ടോ. ദേ അതിൽ ഒരു ഫാമിലിയാണ് ദേ അത്. അങ്ങനെ 2-3 ഫാമിലിക്ക്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മുടെ കോർഫക്കാൻ യാത്ര തുടരുകയാണ്. ദേ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം എടുക്കും. കോർഫക്കാൻ എത്താറായപ്പോൾ അതേ മലകളും നല്ല ഭംഗിയുള്ള സ്ഥലം എത്തിയപ്പോഴേക്കും ഉമ്മച്ചിയും വാപ്പച്ചിയൊക്കെ പറഞ്ഞ് നമുക്കിവിടേക്ക് ഇറങ്ങി ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇനി യാത്ര ചെയ്യാമെന്ന്. ദേ നല്ല മലകളാണ്. അവിടെ കുറേ ആൾക്കാർ വന്നിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ദൈവാനെല്ലാം ഉമ്മച്ചി എടുത്തു. നല്ല കാറ്റും ഉണ്ട് കേട്ടോ അവിടെ. കാറ്റ് മാത്രമല്ല കേട്ടോ, നല്ല വെയിലും ഉണ്ട്. ദേ
ഉമ്മച്ചി ഇവാനിതേ കണ്ണൊക്കെ ചുരുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഭയങ്കര വെയിലാണ് കേട്ടോ. ഇവാൻ്റെ ഡ്രസ്സും ടവലും എല്ലാം പറന്ന് നടക്കുകയാണ് കേട്ടോ. നമ്മളിത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ആ ബിൽഡിങ്ങിൽ റെസ്റ്റ് ഏരിയാസും പിന്നെ ടോയ്ലറ്റ്സും എല്ലാം ഉള്ളതാണ് കേട്ടോ. ആ ബിൽഡിങ്ങിൽ റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ട്, ഫുഡൊക്കെ കഴിക്കാനൊക്കെ. നമ്മൾ അവിടെയൊന്നും കയറിയില്ല കേട്ടോ. നമുക്ക് ഫുഡൊക്കെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടാണ് വന്നത്. ഇവിടെ നമ്മൾ വിചാരിച്ചു ഇവിടെ ഒന്നും കടയൊന്നും കാണില്ല എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ജ്യൂസ് എല്ലാം വാങ്ങി കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും മനസ്സിലായി. ദേ ഒരു ടണൽ വരുന്നുണ്ട് കേട്ടോ. ഇനി ഫുള്ള് ടണലുകളാണ്. ഏകദേശം 5 ടണലുകളും ഉണ്ട്. അതിൽ ഒരു ടണൽ എന്ന് വെച്ചാൽ ഭയങ്കര വലുതാണ്, 2.5 കിലോമീറ്ററുകളും ഉണ്ട്. ആ ടണലിൻ്റെ 2 കിലോ പകുതിയൊക്കെ എത്തിയപ്പോഴേക്കും എൻ്റെ ചെവിയെല്ലാം അടഞ്ഞ്. ആ ടണൽ കണ്ടാലേ മനസ്സിലാവും വലിയ മലേൻ്റെ അടിയിൽ കൂടി ഒരു ഓട്ട തുരന്നുണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ അത്. നമ്മൾ അങ്ങനെ ടണലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ്. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസം കിട്ടിയത്. വെട്ടം കണ്ടപ്പോൾ എന്തോ പുനർജനിച്ച പോലെ എനിക്ക് തോന്നി. അടുത്ത ടണൽ വന്നിട്ടുണ്ട്. ഇതാണ് വലിയ ടണൽ കേട്ടോ. ഈ ടണൽ ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളമെങ്കിലും ഉണ്ട്. ഇത് ടണലിൽ 100 സ്പീഡിലാണ് പോകേണ്ടത് കേട്ടോ.
വലിയ തുരങ്കമായിരുന്നു. ഇതേ മല, ഞാൻ പകുതിയൊക്കെ എത്തിയപ്പോൾ മലയൊക്കെ ഇടിഞ്ഞു വീണ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ആലോചിച്ച് പോയി. അത്രയ്ക്ക് വലുതാണ്, 2.5 കിലോമീറ്ററോളം ഉണ്ട്. വാപ്പച്ചിയും പറഞ്ഞ് ഭയങ്കര വലുതാണെന്ന് കേട്ടോ. തുരങ്കങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ ഇതേ പച്ചപ്പുള്ള മലകളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. കോർഫക്കാൻ ബീച്ച് എത്തിയെന്നാ തോന്നുന്നത്. പക്ഷെ കോർഫക്കാൻ ബീച്ചിനെ കാട്ടിയും എനിക്ക് പോയ വഴികളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഈ പച്ചപ്പുള്ള മലകളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ മൂന്നാറിനെയും പൊന്മുടിയുടെയും ഒക്കെ മലകളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. കോർഫക്കാൻ ജംഗ്ഷൻ എത്തിയെന്നാ തോന്നുന്നത്. ആളനക്കൊക്കെ കണ്ടു തുടങ്ങി. ഇവിടെ ബിൽഡിങ്സ്, ഷോപ്പുകൾ, പിന്നെ റെന്റ് ബിൽഡിങ്സ്, പള്ളികൾ അങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ, നമ്മളെ സിറ്റി പോലെ. കോർഫക്കാൻ ബീച്ച് എത്തിയിട്ടുണ്ട്. ദേ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ പാർക്കൊക്കെ ചെയ്ത് നമ്മളിത് ഇറങ്ങാൻ പോവുകയാണ്. ദേ അങ്ങനെ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. ദേ ഞാൻ ഭയങ്കര സ്ലോമോയിലൊക്കെ അങ്ങനെ ഞാൻ കോർഫക്കാൻ ബീച്ചിൽ കാല് കുത്തിയിട്ടുണ്ട്. ഇത്രയും യാത്രകൾക്ക് ശേഷം ഞാൻ ദേ കോർഫക്കാൻ ബീച്ചിൽ കാല് കുത്തുന്നു. ദേ അതാണ് കോർഫക്കാൻ ബീച്ച് കേട്ടോ. നമ്മളിത് അങ്ങോട്ട് നടക്കുകയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് വിശക്കുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ആദ്യം ഫുഡ് കഴിച്ചിട്ട് ബീച്ചിൽ പോയി കിടന്ന് കുളിക്കാമെന്ന്. നമ്മൾ അവിടെയാണ് കാർ പാർക്ക് ചെയ്തത് കേട്ടോ. ഇതേ ഇവിടെ റംസാൻ ഹോളിഡേ ആയതുകൊണ്ട് ഇതേ ഫുള്ള് ഭയങ്കര തിരക്കാണ്. നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലവും കിട്ടുന്നില്ല. അതാണ് കേട്ടോ നമ്മുടെ ബീച്ച്. പാരഷൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. പക്ഷെ ഞാനതിലൊന്നും കയറിയില്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇവാൻ ഉറങ്ങിയൊക്കെ എണീറ്റേനു. ഇനി അവന് നടക്കണം. അവന് നടന്നില്ലെങ്കിൽ പിന്നെ അവനിപ്പോൾ നടക്കാൻ പഠിച്ചുകൊണ്ട് നടന്നില്ലെങ്കിൽ പിന്നെ അവൻ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും. കൈ പോലും പിടിക്കത്തില്ല അവൻ കേട്ടോ. ഞാൻ കൈ പിടിക്കാൻ നോക്കുമ്പോൾ കണ്ടോ അവൻ ഞാൻ അങ്ങോട്ട് വിടുകയാണ്, എന്നാലും അവൻ അങ്ങോട്ടേ പോവുള്ളൂ കണ്ടോ. വാശിയാണ് അവന്, വാശി കള്ളൻ. നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാറ്റ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നമ്മൾക്ക് അവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല, ഫുള്ള് മണ്ണല്ലേ. അതുകൊണ്ട് അവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല മാറ്റില്ലാതെ. അതുകൊണ്ട് നമ്മൾ ആ ബീച്ചിലൊന്ന് പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ അത് ഇവിടെ ഇരുന്നാണ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് കടലിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവാൻ്റെ അവിടെ നിൽപ്പുണ്ട്. ഇവാനെ നമ്മൾ മുങ്ങിക്കൊണ്ടിരിക്കണം. എന്നിട്ട് കൈ സോക്സ് അവന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ പറയുന്നത് ആൾക്കാരാണ് പറയുന്നത് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ ബീച്ച് പോലെ തന്നെയാണ്, ചെറിയ തിരയൊക്കെ ഉണ്ട്.
പറഞ്ഞാലും ആ കടലിൽ ആ തിര കൊള്ളുന്നത് വേറൊരു ലെവലാണ്. അങ്ങനെ നമ്മൾ റാസൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ടതേ ഞാൻ ഇവിടുത്തെ അഡ്നോക്ക് പമ്പിലെ മാക്ഡൊണാൾഡ്സിൽ നിന്ന് ഐസ്ക്രീമും പിന്നെ ബർഗറും പിന്നെ കോളയും എന്തോ വാങ്ങിച്ചു. ഇവരെല്ലാം ഇവാൻ്റെ ഉടുപ്പ് എവിടെയെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇവാനാണെങ്കിൽ മറ്റേ അവിടെ കടലിൽ ഇറങ്ങി അവൻ്റെ ഉടുപ്പെല്ലാം നനഞ്ഞു. അതുകൊണ്ട് അവന് ഉടുപ്പില്ലാതെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. പാപ്പച്ചി നിന്നുണ്ട് ഐസ്ക്രീം. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നല്ല അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മാക്ഡൊണാൾഡ്സിൽ കയറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ 2 ബീഫ് ബർഗറും 1 ചിക്കൻ ബർഗറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കഴിക്കാൻ പോവുകയാണ്. പിന്നെ അത് ഫാൻ്റെയും പിന്നെ 2 കോക്കും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും സോസും കണ്ടു. നമുക്ക് ഇത് 3 തുറക്കാം. നമുക്ക് ആർക്കുമില്ല അപ്പോൾ ഇത് ബീഫാണ്. ഇത് ബീഫാണ്. ഇതിനുള്ളിൽ ചീസുണ്ട് കണ്ടോ, ഫുള്ള് ചീസാണ്. ഇതും ബീഫ് തന്നെയാണ്. നമുക്ക് ചിക്കൻ നോക്കണ്ടേ. ചിക്കനില് മറ്റേ ഈ ലീവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ചീസില്ല, പാറ്റും പിന്നെ ബണ്ണും പിന്നെ കുറച്ച് വെജിറ്റബിൾസും. പിന്നെ അതും ബീഫ് തന്നെയാണ്. ഇതും ചീസും ബീഫും കേട്ടോ. ഇനി നമുക്ക് ബീഫ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയായത്? അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ.